ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു അവൽ വിളയിച്ചത് അല്ലെങ്കിൽ അവൽ നനച്ചതാണ്. കുറച്ച് ദിവസം നമുക്ക് വെക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ശർക്കരപ്പാനി റെഡിയാക്കണം. അതിനുവേണ്ടി 3 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ കട്ട ശർക്കരയാണ്. ഏകദേശം ഒരു 200-250 ഗ്രാമാണ് ഉള്ളത്. കുറച്ച് കളറുള്ള ശർക്കര എടുത്താൽ നല്ല കളർ ഉണ്ടാവും ഈ ഒരു അവൽ വിളയിച്ചതിന്. ഇതിപ്പോൾ കുറച്ച് കളർ കുറവാണ്. 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ പാനിയാക്കി എടുക്കുക. നല്ലതുപോലെ അലിയിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. അത് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടിക്കോളും. ായിട്ട് ശർക്കര അലിഞ്ഞതിന് ശേഷം അതിന് മുകളിലുള്ള ആ ഒരു പാട നീക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. ശർക്കരയിൽ മിക്കവാറും അഴുക്കുകൾ ഉണ്ടാവും. ഒരു പാൻ എടുക്കാം. പാൻ ചൂടാക്കിയതിന് ശേഷം അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 കപ്പ് ചുമന്ന അവലാണ് ചേർക്കുന്നത്. കുത്തരി അവലാണ്. ഈ ഒരു അവലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെള്ള അവലിനെക്കാട്ടിലും കുറച്ചുകൂടി അവൽ നനച്ചത് ചെയ്യാൻ ഈ ഒരു അവലാണ് നല്ലത്. ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് വളരെ ചെറിയ തീയിലിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 4 ഏലക്കായും ഒരു 1/4 കപ്പ് കാഷ്യൂനട്ടും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് പൊടിയായിട്ട് അരച്ചെടുക്കണ്ട. വിളയിച്ചെടുക്കാൻ ഒരു വലിയ പാത്രം എടുക്കാം. അതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നെയ്യും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കപ്പലണ്ടി അല്ലെങ്കിൽ പീനട്ട്സ് ആണ് ചേർത്തിട്ടുള്ളത്. ഇത് വറുക്കാത്ത കപ്പലണ്ടിയാണ്. ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ റോസ്റ്റഡ് ആയിട്ടുള്ള കപ്പലണ്ടി ആണെങ്കിൽ ഒരുപാട് നേരം എടുക്കില്ല. ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് റോസ്റ്റ് ചെയ്താൽ മതി. ഇത് റോസ്റ്റഡ് അല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം നിന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഇതിലേക്ക് കറുത്ത മുന്തിരി അല്ലെങ്കിൽ ബ്ലാക്ക് റൈസിൻസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ഒരുപാട് നേരമൊന്നുമില്ല, ഒരു 1-2 മിനിറ്റ് മാത്രം. കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചെറിയ തീയിലിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തിട്ടെടുത്താൽ മതിയാവും. ഇതിലേക്ക് 2 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് നേരം ഇട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കണ്ട. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ചേർക്കുന്നത് ജീരകം പൊടിച്ചതാണ്. ചെറിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും ഏലക്കയും ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് ഏലക്കയും ജീരകവും എല്ലാം കൂടി ചേരുമ്പോഴേക്കും. അതുപോലെ തന്നെ ഇത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് വെക്കാൻ പറ്റും. ഒരാഴ്ചയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ശർക്കര ഉരുക്കിയ സമയത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഉരുക്കിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 1.5 കപ്പൊക്കെ കിട്ടും ശർക്കരപ്പാനി. ഒരുപാട് നമ്മൾ തിളപ്പിച്ചില്ലെങ്കിൽ ആ ഒരു പാനി ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ കുറച്ച് പേർക്കൊക്കെ നല്ല ഡ്രൈ ആവുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒന്ന് ഡ്രൈ അല്ലാതെയാണ് ഇഷ്ടമുണ്ടാവുക. അപ്പോൾ അതനുസരിച്ച് ശർക്കരപ്പാനിയുടെ അളവ് കൂട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അവൽ കൂടി ചേർത്ത് കൊടുക്കണം. അവൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ന്യൂട്രീഷ്യസും ആണ്. നമ്മൾ നട്ട്സും എല്ലാം ചേർത്തതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഈ ഒരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെക്കുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും. ഒരു ചെറിയ തീയിലിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും. അല്ലെങ്കിലും നമ്മൾ ഈ ഒരു ശർക്കരപ്പാനി ചേർത്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു അവലെല്ലാം ഒന്ന് സോഫ്റ്റായിട്ടുണ്ടാവും. അവസാനമായിട്ട് കുറച്ച് എള്ള് കൂടി ചേർക്കുന്നുണ്ട്. കറുത്ത എള്ളാണ് ചേർക്കുന്നത്. കറുത്തതോ വെളുത്തതോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് ചേർത്താൽ മതിയാവും. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് അടച്ചു വെച്ചാൽ മതിയാവും. ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല. 2-3 ദിവസം പുറത്തിരിക്കും. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലും വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. താങ്ക്